cuties, it's me Neeraj Abboos, Indian Secret Foodie. Welcome back to my YouTube channel. So ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. ശ്വാസം കിട്ടുന്നില്ല. ഒരുപാട് നാളുകൊണ്ട് ഞാൻ വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അതെ, ഒരുപാട് നാളുകൊണ്ട് വരണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ്. സാഹചര്യ സന്ദർഭം മൂലം ഇന്നാണ് എനിക്കതിന് സാധിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുവാണ്. ഇന്ന് പോവാം, നാളെ പോവാം, ഇന്ന് പോവാം, നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം സ്ഥലം ഏതാണെന്ന് ഇപ്പം തന്നെ പറഞ്ഞുതരാം. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഡോഡിയിലുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം സ്ഥലത്തിൻ്റെ വിവരങ്ങളും എങ്ങനെയാണ് പോയത്, ചെന്നിട്ടുള്ള കാര്യങ്ങൾ, അടിപൊളി സ്ഥലം കേട്ടോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പോകണമെന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇന്നാണ് അതിനൊരു സന്ദർഭം ഉണ്ടായത്. സോ അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കാണ്ട് ഇങ്ങ് വന്നു. അപ്പം അത് ഒരുപാടൊരു സ്റ്റെപ്പായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ്. 14 സ്ഥലമുണ്ട് ആ ഒരു സാധനത്തിനുള്ളിൽ. അപ്പോൾ ഒരു ട്രക്ക് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അതിന് പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. ഓൾറെഡി 4 മണി 5 മണി ആവാറായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ക്ലോസിംഗ് ടൈം അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹേ ഗായ്സ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലേ, ഇപ്പം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വെയിലത്ത് വന്നിരിക്കാൻ ഒക്കെ ഭ്രാന്താണോന്ന്. അതെ, കുറച്ച് ഭ്രാന്താണ്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല. ചുമ്മാ കട്ടൻ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കാന്ന് വിചാരിച്ചു. സോ ഗൈസ്, അതൊന്നല്ല നമ്മളെ വിഷയം. നമ്മളിന്ന് സ്ഥലത്ത് പോവുകയാണ്. അപ്പം നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ക്യൂട്ട് സ്ഥലത്ത് പോകണം. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് ചെയ്യാം. നമുക്ക് കണ്ടതിൻ്റെ ക്ഷാമമുള്ള സമയമാണല്ലോ. സോ ആ സമയത്ത് ഒരു ഇതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഉറക്കം എണിച്ച്, രാവിലെ പോകേണ്ട സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. ഉറക്കം എണിച്ച് ദോശയും ഇന്നലത്തെ കടലക്കറിയും ഉണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുന്നവർക്ക് മനസ്സിലാവും. ഇന്നലത്തെ കടലക്കറിയും ഉണ്ട്. സോ അത് കഴിച്ച് റെഡി ആയിട്ട് നമുക്ക് സ്ഥലം വരെ പോവാം. പോകുന്ന സ്ഥലത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ ഇൻട്രോയിൽ കുറച്ചൊക്കെ കേട്ട് കാണും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ കടലക്കറി സൂപ്പറായിരുന്നു ഗൈസ്. ഞാൻ തന്നെ പറയണം. നല്ല അടിപൊളി കോക്കനട്ട് ക്രീമൊക്കെ ഇട്ട് നല്ല സൂപ്പർ കടലക്കറിയായിരുന്നു. എപ്പോഴും നമ്മൾ നോൺ വെജ് മാത്രം കഴിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് വെജിറ്റേറിയൻ ആയിട്ട് മാറണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പോയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി. ഇനി നമ്മുടെ പണി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പോവുക. ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളിനി റെഡി ആവുക, പോവുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കുറേ നാൾ കൊണ്ട് ഞാൻ പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോകണം. പിന്നെ ഗൈസ്, ഇപ്പം ഞാൻ ഉറക്കം എണിച്ചിട്ട് ഞാൻ നോർമലായിട്ടുള്ള സ്കിൻ കെയർ ചെയ്തു. മോയ്സ്ചറൈസർ വരെ ഇട്ടു. സൺസ്ക്രീം വന്നിട്ടിടാന്ന് കരുതിയിട്ട് ഇട്ടില്ല. പക്ഷെ താഴെ ചെന്നപ്പോഴത്തേക്കും പണിപാളി. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എണിച്ച് വരാൻ തോന്നിയില്ല. ഒരു സെൻ തെറാപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നല്ല സണ്ണടിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നല്ല വെയിലും ഉണ്ട്. അപ്പം നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ ഇനി പറ്റത്തില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം സമയം ഏകദേശം 1:30 ഒക്കെ ആയി കാണും. ഞാൻ 1:30 വരെ എൻ്റെ ഒരുങ്ങാനുള്ള സമയം ഞാൻ എടുത്തിരിക്കുവാണ്. അതായത് 1 മണിക്കൂർ കഴിഞ്ഞു ഏകദേശം. കുഴപ്പമില്ല, നമ്മളല്ലേ. പെൺകുട്ടികൾ ഒരുങ്ങാൻ നോർമലി കുറച്ച് ടൈം എടുക്കും. സീനില്ല. ഞാൻ ക്യൂട്ട് കമ്മലൊക്കെയാണ് ഗൈസ് ഇട്ടേക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ബൈ. നമ്മൾ ഏകദേശം നമ്മളെ സ്ഥലത്തെത്താറായി. പക്ഷെ പോകുന്ന വഴി ഒരു രക്ഷയുമില്ല. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ചെറിയ വഴിയാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വഴി ഗൈസ്. കാരണം നമുക്ക് ആസ്വദിക്കാമെന്നുള്ളവർക്കാണെങ്കിൽ ആസ്വദിക്കാം, ഇല്ല വണ്ടി ഓടിക്കാനുള്ളവർക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ, രണ്ടും കൂടെ എന്നെ പോലെ 2 കഴിവ് ഒരുമിച്ചുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. ഭയങ്കര ക്യൂട്ട് കുഞ്ഞു സ്ഥലമാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റും മലയും കാടും കുന്നും അരുവിയും പുഴയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഇനി 5 മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ സ്ഥലത്ത് റീച്ച് ആവാൻ വേണ്ടി. ഇതൊരു പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗമാണ്.
പക്ഷെ സ്ഥലം ഒരു രക്ഷയില്ല. ഇനി ഏകദേശം 5 മിനിറ്റ്സേ ഉള്ളൂ എത്താൻ. ഇത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ചോദിച്ചു പോകും നമ്മൾ. എവിടെയാണെങ്കിൽ നമ്മൾ സ്ഥലത്ത് നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നമ്മൾ കണ്ടുപിടിക്കും guys. കണ്ടുപിടിച്ചിട്ട് നമ്മളിന്ന് തിരിച്ചു പോകത്തുള്ളൂ. ഇപ്പൊ ഡേ ടൈം കൂടുതലായതുകൊണ്ട് എത്ര രാത്രി ആയാലും കുഴപ്പമില്ല. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം, കാണണമെങ്കിൽ കാണാം, കറങ്ങി നടക്കാം. ഇനി കിടന്ന് ഉറങ്ങണമെങ്കിൽ അങ്ങനെ ഉറങ്ങാം. പക്ഷെ സ്ഥലം ഒരു രക്ഷയില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടിലം. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ ഇടുങ്ങിയ വഴി കൂടെ വണ്ടികൾ, ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയത്തില്ല. ഇടുങ്ങിയ വഴി കൂടെ വണ്ടികൾ എങ്ങനെ വരും? അത്ര ഒട്ടും തിരക്കും ഇല്ല. ഒരു വണ്ടിക്ക് പോലുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. തിരിച്ച് വരുമ്പോൾ പോലും വണ്ടികൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 1-2 വണ്ടികൾ വന്നാലായി എന്നൊരു സിറ്റുവേഷനിലാണ് വരുന്നത്. പപ്പൊക്കെ ഉണ്ട്. നമ്മളെ ടാർഗറ്റ് എന്താണ്? എവിടെ ചെന്നാലും ഒരു ബിയർ, ഒരു ഫുഡ്. അത് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കും. അപ്പം കുറച്ച് സമയം കൂടെ ഉള്ളൂ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത്. 4 ഹവേഴ്സിന് 5 പൗണ്ടാണ്. 4-ന് മേലെ ഹവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 പൗണ്ട്. ഇതാണ് നമ്മുടെ മാപ്പ്. ഇതൊരു ടാസ്ക്കാണ്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇതൊരു ടാസ്ക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 1, 2, 3, 4 അങ്ങനെ. ഇത് നമ്മൾ കണ്ടു, ആ സ്ഥലം കഴിഞ്ഞു. അതായത് നമ്മൾ അകത്ത് കയറിയില്ല, സ്ഥലം കഴിഞ്ഞു. ഡോഡിയിൽ എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനാണ്. നമുക്കവിടെ പോകാൻ ഉള്ള ഒരു ഇത് നമുക്കില്ല. അടുത്തെന്ന് പറഞ്ഞാൽ റിവർ ഡോഗ്. ഇവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളൂ. ഇത് എവിടെയോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഫൈനലി നമ്മൾ ഈ 13 എത്തുമ്പോഴാണ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെയുണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇത് 1 to 14 വരെ എന്താണ് സംഭവം എല്ലാം ഇവിടെയുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തൂടെ വൃത്തിഹീനമായി ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കൊള്ളൂലെങ്കിലും അവിടെ സൂപ്പറാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ്. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ്. ലൈക്ക് എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം. ചൂട് വെയിലിൻ്റെ ഒരു UV പ്രൊട്ടക്ഷൻ, ലൈക്ക് ഒരു ചൂടുണ്ട്, എന്നാലും ഒരു തണുപ്പുണ്ട്. വലിയൊരു ഹ്യൂമിഡിറ്റി ഇല്ല, കുഴപ്പമില്ല. നോ കുക്കിംഗ്, നോ ഫയർ, ഒന്നും ഇവിടെ പാടില്ല. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പോയിട്ട് വന്നിട്ട് പോകുന്ന വഴിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. സോ ഫൈനലി ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആണിപ്പോൾ. ബിക്കോസ് അതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് കൊണ്ട് ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇങ്ങോട്ടാക്കി. അങ്ങനെയല്ല ഗൈസ്, ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. നല്ല ഭംഗിയില്ലേ. ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. എൻ്റെ മുഖം തിളങ്ങുന്നുണ്ട്. ഈ മലയൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഹായ്. വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിൽ കാലിട്ട് നിൽക്കും. ഇവരൊക്കെ ഇറങ്ങി നിൽക്കുന്ന പോലെ, അവിടെ ഇരിക്കുന്ന പോലെ, ഈ സൈഡിൽ ഇരിക്കുന്ന പോലെ നമ്മളും വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഇറങ്ങി നിൽക്കും. പട്ടി. സോ ഈ പട്ടിക്കുട്ടി കണ്ടോ, പാവം, കാലില്ലാത്തതുകൊണ്ട് അവർ കൊടുത്തതാ. മറ്റിങ്ങനെ വീഴ്ച, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. കണ്ടോ, ക്യൂട്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം. സോ ഞങ്ങൾ അഗാധമായ വഴികളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനത്തെ പാറകളൊക്കെ ആയിരിക്കും കേട്ടോ. നടക്കാൻ കുറച്ച് കംഫർട്ടബിളൊക്കെ ഉള്ള പാറകളായിരിക്കും, കുഴപ്പമില്ല. എന്നാലും അയ്യോ ആ പാറ പണി തന്നു. ഇങ്ങനെയുള്ള സ്ഥലം കാണാനാണെങ്കിലും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാൻ പണിയൊന്നുമില്ല ഗൈസ്. ഇത് പക്ഷേ അവരൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആസ്വദിക്കുന്നു. ഇത് കണ്ടോ, ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആസ്വദിക്കുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞത് ഇതാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ് ക്ലോസ് ചെയ്തേക്കുവാണ്. ഇതുവഴിയും അവർക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നതുകൊണ്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ അതാക്കി മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയും പറയാം. ഇവിടെ ഡക്കുണ്ട്, ഇതേ ഡക്കിനൊക്കെ കണ്ടോ. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടു. പേഴ്സണലി കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതാണെങ്കിലും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇവിടെ എനിക്കങ്ങനെ ഒരു തോന്നലില്ല. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല സൂപ്പർ സ്ഥലം. ആ തോന്നലില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ല വെയിലും നല്ല ക്ലൈമറ്റും തണുപ്പും കാറ്റും എല്ലാം.
ഞങ്ങൾ ഓൾറെഡി ഒരു സ്ഥലത്തെത്തി. ഒരു ശകലം, ഒരു തേരീൻ്റെ ഒരു 1/2 മൈൽ, ഒരു 1 കിലോമീറ്റേഴ്സ് പോലും ആയില്ല. 1 കിലോമീറ്റർ ഒന്നും ഇല്ല, ഒരു 1/4 കിലോമീറ്റർ എന്തോ ആയിട്ടുള്ളൂ. 600 മീറ്റർ എന്തോ കയറിയപ്പം തളർന്ന് പറ്റണില്ല. എൻ്റെ ശരീരം എന്നോട് പറയുന്നു വേണ്ട വേണ്ട. എന്നിട്ട് ഇരുന്ന് ഞങ്ങൾ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ടുള്ള കാണുന്ന സീൻ ഉണ്ടല്ലോ, അങ്ങോട്ട് കാണിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പം അവിടെയും മല, ഞങ്ങൾ ഇരിക്കുന്നതും മല. അപ്പം എനിക്കിവിടെ ചാടാനൊക്കെ തോന്നുന്നുണ്ട്. ചാടിച്ചാവും. നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും നല്ല ശാന്ത സുന്ദര കേരകേരാത UK. സോ നല്ല രസമുണ്ട് ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ആ ഒരു ലെവലിന് മരങ്ങൾ വളർന്ന് നിൽക്കുന്നു, മൊയലുകൾ ചാടിപ്പോകുന്നു, ആ ഒരു തേരി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആണ്. ഇനി ഇവിടെ നിന്ന് കയറി നമ്മൾ അങ്ങ് ഏറ്റവും വലിയ മല എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ കയറിയ സ്ഥലം കാണിച്ചു തരാം. ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇത്രയും ഭാഗം കയറിയപ്പോൾ തന്നെ ശ്വാസം മുട്ടി ഇപ്പോൾ ചാവും തോന്നുന്നു. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു മല കയറി അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അങ്ങാണ് നമ്മൾ we can do guys. സോ നമുക്ക് പോവാം. ഇച്ചിരി പാടാണ്, കുറേ കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ വഴികളാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. കാക്ക കണ്ടോ, UK കാക്കയില്ലാന്ന് ചില നല്ല മനുഷ്യർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇതാണ് നമ്മളെ കാക്ക. UK കാക്ക ഉണ്ട് ഗൈസ്. കാക്ക സങ്കര ഇനത്തിൽപ്പെട്ട കാക്കയാണ് ഈ കാക്ക. നമ്മുടെ നാട്ടിലുള്ള പോലെ കുഞ്ഞു കാക്കയില്ല, ബലിക്കാക്ക അവിടെ നിന്ന് ഓടി പറഞ്ഞു ഞാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രക്കിംഗ്. നമ്മൾ അവിടെയാണ് നിന്നത്. അവിടെ നിന്ന് നമ്മൾ കറങ്ങി ആ വഴി കയറി ഈ വഴി കയറി ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച അതിമനോഹരം കണ്ടോ, നല്ല ഭംഗിയില്ലേ. താഴെപ്പുഴ ഇവിടെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഐ തിങ്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാവേ. ഇല്ല, സ്റ്റെപ്പിംഗ് സ്റ്റോൺ കാണാൻ പറ്റത്തില്ല. അവിടെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ ഈ കാണുന്നതിൻ്റെ ഇപ്പുറത്തൊരു വഴിയുണ്ട്, അതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. എന്നിട്ട് അടുത്തത് ഇതാണ് നമ്മൾ നടന്നു വന്ന വഴികളാണ് കേട്ടോ. ഈ നടന്നു വന്ന വഴിയാണ് ഇവിടെ. എനിക്ക് ആഗ്രഹം പോകണം എന്നാഗ്രഹം ഇവിടെയായിരുന്നു. ഇവരൊക്കെ നിൽക്കുന്നില്ലേ, ഇവിടെയായിരുന്നു എനിക്ക് പോകണം എന്നാഗ്രഹം. പക്ഷേ കയറാൻ വയ്യ ഗൈസ്. എന്തായാലും തിരിച്ചിറങ്ങി ഇത്രയും ദൂരം പുറകിലോട്ട് പിന്നെ നടക്കാനുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, അതൊക്കെ തന്നെ. പക്ഷേ കയറാൻ വയ്യ മീൻസ് വേണമെങ്കിൽ പറ്റും, വി ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും സ്ഥലം വരെ എത്തിയത് തന്നെ ധാരാളം. വേണമെങ്കിൽ കയറാം അല്ലേ, വേണ്ട. കയറുന്നതിന് പ്രശ്നമില്ല, പക്ഷെ കയറിയിട്ട് ഇറങ്ങാൻ അങ്ങോട്ടൊരു വഴിയില്ല. തിരിച്ച് നമ്മൾ ഈ വഴി തന്നെ ഇറങ്ങണം, അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇതാണ് ഇവിടെ കയറിയപ്പോൾ. ഇത് മതി, ഈ വ്യൂ തന്നെ ധാരാളം. കാരണം എല്ലാം കാണാൻ പറ്റും ഗൈസ്. നോക്ക്, നിങ്ങൾ കണ്ടോ, ഓൾറെഡി ഒരു മലേൻ്റെ മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ചെന്നാലും ഏകദേശം ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും. പിന്നെ കുറച്ചുകൂടി മേഘത്തിനെ തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കാൻ പറ്റും. എന്നാലും കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇവിടെയൊക്കെ അതെ ചെമ്മരിയാടിൻ കൂട്ടങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. എനിക്കിത് കാണുമ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റാണ് ഓർമ്മ വന്നത്. അവിടെ ഫുള്ളും ചെമ്മരിയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം മീൻസ് അടിപൊളി സൂപ്പർ സ്ഥലം. അവിടെ കയറിയാലും ഉള്ള വ്യൂ ഇത് തന്നെ ആയിരിക്കും. ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുന്നു, കയറണോ വേണ്ടേന്ന്. വേണ്ട, ഇത് തന്നെ ധാരാളം. സോ ഗൈസ്, നമ്മൾ ഈ കയറിയ മലയെല്ലാം തിരിച്ചിറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. നല്ല സണ്ണി ഈസ് വെരി ഫണ്ണി. സത്യം പറഞ്ഞാൽ എൻ്റെ ഷൂസ് ഇച്ചിരി സ്ലിപ്പറി ഷൂസാണ്. ഗ്രിപ്പ് കുറച്ച് കുഴപ്പമില്ലല്ലേ, എന്നാലും ഇവിടെയൊക്കെ ഇച്ചിരി ചരളും മണലും ഒക്കെ മണ്ണും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വായും പൊളന്ന് മൂക്കടിച്ച് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ഇറങ്ങണം. ഇതിൻ്റെ ഇടയിൽ മുടി കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല. പിന്നെ നല്ല ചൂടുമുണ്ട്. അപ്പം നമ്മൾ മുടി എങ്ങനെയെങ്കിലും വാരിപ്പിടിച്ച് കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, എൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ സെറ്റാക്കി തരാം ഗൈസ്. നോക്കി വരണേ. അപ്പോൾ നമ്മൾ കയറിയ മലയെല്ലാം അതിസാഹസികമായി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ മലയിലെ മണ്ടയിൽ പോകുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, വയസ്സായി ഗൈസ്. പണ്ട് കബഡിയൊക്കെ കളിച്ച് ഫിറ്റ്നസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സമയത്താണെങ്കിൽ ഓടി ചാടി കയറായിരുന്നു. ഇപ്പം അവിടെ നിന്ന് അതുവരെ കയറിയപ്പോൾ തന്നെ കഥ ഞാൻ ശ്വാസം മുട്ടിപ്പോൾ മരിക്കും. സോ ഇനി താഴെ ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
സോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ യാത്ര ഫിനിഷ് ചെയ്യാൻ പോവാണ്. കാരണം വന്നിട്ട് കുറേ സമയമായി. പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം ഈ സ്ഥലത്തൊക്കെ ഇവരിയ്ക്കുന്ന സ്ഥലം കണ്ടോ, ഇവിടെയൊക്കെ കുറേ നേരം ഞങ്ങൾ ഇരുന്നായിരുന്നു. പിന്നെ നല്ല രസമുണ്ട്, വെള്ളത്തിൽ കാലൊക്കെ ഇട്ട്. വെള്ളം ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ സീൻ തണുപ്പ്, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം, നല്ല സ്ഥലം. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ ഒരു ഭാഗത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തൊരു വേ ഉണ്ട് കണ്ടോ, ഈ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ നടന്നത്. ഇപ്പുറത്തെ വഴി കൂടെയാണ് ഞങ്ങൾ നടന്നത്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നടക്കുന്നത്. അതായത് ഇവിടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്, ഇതുവഴിയാണ് നമ്മൾ വന്നത്. രണ്ട് സ്ഥലവും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എങ്ങനെയുണ്ട്. സോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. വെയിലുണ്ട്, തണുപ്പുണ്ട്, കരയുണ്ട്, കായലുണ്ട്, വെള്ളമുണ്ട്. ഈ വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസം വെച്ചാൽ ഭയങ്കര രസം. നല്ല തണുപ്പാണ്, സീൻ തണുപ്പ്. കാരണം കാല് ഇടുന്നതിന് മുന്നിലേ കാല് ഭയങ്കരമായിട്ട് മരവിച്ച് പോകുന്ന രീതിയിലുള്ള ഭയങ്കര തണുപ്പ്. പിന്നെ ഫണ്ണി ഈസ് വെരി ഫണ്ണി ഓൾവേസ്, നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെയുള്ള വഴി ഇച്ചിരി കഠിനമേറിയതാണ്, ശബരിമലയ്ക്ക് പോകുന്ന പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാക്കാൻ നടക്കാൻ പോവുകയാണ് ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കൂടെ അപ്പുറത്ത് ക്രോസ് ചെയ്യും. അപ്പോൾ വരുന്ന മീൻ പിടിക്കുന്നുണ്ട്. ഫിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എന്തൊന്നും ID കാർഡൊക്കെ ഇട്ട് നിന്ന് മീൻ പിടിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇങ്ങോട്ട് പോവുകയാണ്. പോയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു. സോ ഗൈസ്, നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഏത് സ്ഥലത്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ബിയർ ട്രൈ ചെയ്യണം, പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ട് ബിയർ ഞാൻ കുടിക്കുന്നില്ല, ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. സങ്കടമുണ്ട്, പാക്ക് ചെയ്ത് പോകാൻ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അടുത്തൊരു ടേക്ക് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇവരുടേതായിട്ടുള്ള ഒരു പബ്ബിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പോയി അകത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ എന്താണ് ഫുഡ്, ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ പോകുമല്ലേ. അറിയാം ഉപ്പുമുളകൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ എന്തായാലും നമുക്ക് കഴിക്കാം. സോ എനിക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു പബ്ബായിട്ട് തോന്നുന്നു കേട്ടോ. ഭയങ്കര അതെ, എനിക്കല്ലെങ്കിലും ഈ കല്ലിൻ്റെ കൺസ്ട്രക്ഷനുള്ള ബിൽഡിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്ല്, മരം, തടി, തേക്ക് ഇതൊക്കെ തുടങ്ങിയിട്ട്. ഗൈസ്, ഓ മൈ ഗോഡ്, കൊള്ളാം, നല്ല രസമുണ്ട്. റോഡ്, ആംബിയൻസ് എല്ലാം ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം, എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ കൊണ്ട് നല്ല അടിപൊളി ആംബിയൻസ് കണ്ടോ. ഇതാണ് ഈ പബ്ബിൻ്റെ ഉൾഭാഗം. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓൾഡ് ഡോഗ് എന്ന് പറയുന്ന ഒരു പബ്ബിലാണ്. ലൈക്ക് ഭയങ്കര ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംബിയൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് തപ്പിക്കൊണ്ടിരുന്നത്. നല്ല രസമുണ്ട്. പക്ഷേ ഇനി ഇവിടുത്തെ ഫുഡ് എന്താണ്, ഇവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളൊക്കെ അകത്ത് പോയിട്ട് ചില്ലായിട്ട് അവരൊരു ബിയർ, ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ സ്ഥലം കാണുന്നതിനേക്കാളും സന്തോഷമാണ് അവിടുത്തെ ഫുഡും അവിടുത്തെ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ നമ്മളവിടെ പൈസ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. പൈസ ഇല്ല, എന്നാലും നമ്മൾ ചിലവാക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം കാണാനും. നല്ല നോയ്സ് ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എല്ലാവരും ക്യൂട്ടായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. പാട്ടായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് സാൽമൺ, എന്തോ അതിൻ്റെ പേര് മറന്നത്, സാൽമൺ എന്തോ എന്നോട് പേര്. എൻ്റെ കൂടെ ബ്രെഡ്, സാൽമൺ, പിന്നെ കുറച്ച് ലീഫ് വരുന്നുണ്ട്. മറ്റേ എന്താ റോസ്മേരി അല്ല, പാഴ്സ്ലി ആണ് കേട്ടോ, പാഴ്സ്ലി. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് തോന്നില്ല ഗൈസ്, ഇത് പച്ച സാൽമൺ, പച്ച സാൽമൺ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയിട്ടാൽ നമ്മൾ കൊണ്ടത് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. ഈ പച്ച സാൽമൺ ടേസ്റ്റ് ഇടുന്നതിന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്നാണ് അത് സാധിച്ചത്. കുറച്ച് നാരങ്ങ ലെമൺ ജ്യൂസ് അവരടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടു തരുമ്പോൾ അത് കൂടെ ചേർത്ത് കഴിക്കാം. നമ്മൾ ഫസ്റ്റത്തെ സംഭവമാണ് സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്ക്കുന്നത് സാൽമൺ, ഓക്സ് സാൽമൺ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇവിടുത്തെ ഈ ഒരു കൺട്രി സൈഡിൻ്റെ പ്രത്യേകത കണ്ടോ, അവർ തരുന്ന പ്ലേറ്റ് ഒക്കെ കണ്ടോ. ലെമൺ ചോദിച്ചപ്പോൾ ലെമൺ തന്ന ആ ഒരു ഇതൊക്കെ തന്നു. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ. അപ്പോൾ സത്യം പറയാൻ എനിക്ക് അറിയാണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പച്ച സാൽമൺ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതാണ്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് നാരങ്ങ. ഞാൻ ഇപ്പം ഇതൊക്കെ എനിക്ക് കഴിക്കുമ്പോൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഓയിസ്റ്റർ കഴിക്കത്തില്ലേ, അതുപോലെയാണ്. പക്ഷേ സാൽമൺ അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും നോക്കട്ടെ, ടേസ്റ്റ് വ്യത്യാസമുണ്ട്.
ഫസ്റ്റ് അത് റോ ആയിട്ട് ടേസ്റ്റ് എന്താണെന്ന് അറിയാമായിരുന്നല്ലോ, അതിനുശേഷം ചെയ്യാം. ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. അതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്. അയ്യോ കുഴപ്പമില്ല, ഇതാണോ സാൽമണിന്റെ ടേസ്റ്റ്? കൊള്ളാം, സൂപ്പർ. സോ അടുത്ത നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. ഒന്ന് ലാം റാപ്പാണ്, ഈ കാണുന്ന ലാം റാപ്പാണ്. പിന്നെ ഇത് സീസണൽ എന്താണ് എന്തോ വെജിറ്റബിൾസ് സീസൺ ചെയ്ത് ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഉള്ളതാട്ടോ എന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് ഞാൻ എക്സ്ട്രാ എന്താ ഓർഡർ ചെയ്ത ഓൾഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എന്താണ് ഒരു സാധനം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ട് ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. കഴിക്കുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതെന്താണ് ഇതിൻ്റെ അടിയിലുള്ള? ഇത് മറ്റേ സ്മാഷ് സ്മാഷ് തന്നെ, അല്ല മാഷ് സ്മാഷ്. കുരുമുളക് ഇടുക, ഉപ്പിടുക, ഇടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആയുധങ്ങൾ എടുക്കുക. ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് എടുക്കുക, തിരിച്ചു വെക്കുക. നമുക്ക് കഴിക്കാം. എനിക്കറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുന്നു. പക്ഷെ നമുക്കിത് റോ ആയിട്ടൊന്ന് കഴിക്കാം. കൊള്ളാം. നമുക്കിതിന് കൂടെ തന്നെ ഡിപ്പും ചേർത്ത് കഴിച്ചു. 2 ഡിപ്പ് അവർ തന്നിട്ടുണ്ട്. ഒരു സൈഡ് ഒരു ഡിപ്പ്, ഒരു സൈഡ് വേറെ. ഇത് നമ്മളെ പുതിന ചട്നി. അടുത്ത കഴിച്ചു നോക്കമേ. നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വലിയ ആഡംബരം വേണ്ട, കൈ കൊണ്ട് തന്നെ പറഞ്ഞോ. പൊട്ടറ്റോ, മയോണൈസ്, ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പ്യൂരി. ഈ ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് പീസ്. കഴിച്ചു. അതിന് ഉപ്പ് കൂടെ ഇട്ടാൽ ഒരു കറി വയ്ക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഞങ്ങൾ കഴിച്ചു തീർക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ്. സോ ഗൈസ്, അവസാനം ഞങ്ങൾ കഴിച്ച് നിർത്തി. ഇത്രേ കഴിച്ചുള്ളൂ, ബാക്കി കഴിക്കാൻ പറ്റുന്നില്ല. വയറ് വീർത്തുപോയി. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പം നല്ല തിരക്കായിട്ടോ, ഒരുപാട് പേര് വന്നു. ഓൾമോസ്റ്റ് നല്ല തിരക്കായി. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനുള്ള പോക്ക് പോകണം. കണ്ടോ, നല്ല സൂപ്പർ അല്ലേ? കറക്റ്റ് ഒരു കൺട്രി സൈഡ്, നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലം. കുറേ പേര് ട്രക്കിങ്ങിന് പോകുന്നു, കുറേ പേരുടെ വീട് അടുത്തടുത്താണ്. പിന്നെ കുറേ പേര് നടക്കാൻ ഇറങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ താമസിക്കുന്ന അവിടെയൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ദ ഓൾഡ് ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു ഫാം ഹൗസ് അല്ല, ഒരു പബ്ബിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴൊരു വ്യൂ ഇങ്ങനെയാണ്, കണ്ടോ? നല്ല രസമല്ലേ? ഇതിൻ്റെ പുറക് സൈഡിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. സോ എനിവേ, ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ വരുന്നത്. ഇനി ഞകത്ത് പോയി ടോയ്ലറ്റിൽ പോയിട്ട് പോകും. ഫൈനലി ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. സമയം ഏകദേശം 9 മണിയായി. അപ്പം 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയതാണ്. ഫുഡ് കഴിച്ചെൻ്റെ വയറിരിക്കുന്നുണ്ടോ ഗൈസ്? എന്താണിത്? സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. അപ്പം അയ്യോ, എനിക്കറിയത്തില്ല. 3 മണി ഒരു 2:30 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. 2:30 മണിക്ക് ഇറങ്ങി 9 മണിക്ക് വീടെത്തി. നല്ല സ്ഥലമായിരുന്നു. കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ സ്പെൻഡ് ചെയ്തു. കുറേ മല കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അത്രയും മെനക്കെടാൻ പോയില്ല. കാരണം നമ്മൾ ട്രക്കിങ്ങിനൊക്കെ കുറച്ച് പുറകിലായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കയറാൻ കാറ്റ് താഴ്ന്ന് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്രയും വലിയ ടാസ്ക് ഒന്നും ഏറ്റെടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം
ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നാളോട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ലൈക്ക് പോയപ്പോൾ ഒരു സന്തോഷം. പിന്നെ ഒരു 1.5 മണിക്കൂർ, ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് തിരിച്ചു വന്നിട്ട് അത്യാവശ്യമില്ല, അതുകൊണ്ട് പതിയെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു, സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ടു, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമൂസ് ഇൻസ്റ്റ ഐ ഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈഫ് സ്റ്റൈലും വ്ലോഗും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സോ എനിവേ, ബൈ ഫ്രം നീരജ അമ്മൂസ്.